ഹലോ ഗായ്സ്, ഇതെൻ്റെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ. ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞും കൂടെ ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോയി. അപ്പോൾ ചേച്ചിക്ക് ഇന്നലെ ലീവായിരുന്നു. ചേച്ചി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുറകെ കുഞ്ഞുമക്കളെ ഇരുന്ന് കളിക്കുക. ചേച്ചിക്ക് 2 പിള്ളേരാണ് ഉള്ളത്. അവരുടെ കൂടെ എൻ്റെ കുഞ്ഞും ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. ഭയങ്കര കളിയാണ് അവിടെ, മണ്ണിലൊക്കെ ഇരുന്ന് കളിയാണ്. പിള്ളേരെ കണ്ടാൽ പിന്നെ അവരെ മതി, അമ്മയെന്ന് വിളിച്ച് എൻ്റെ അടുത്തോട്ട് വരത്തേയില്ല. പിന്നെന്താ, ചേച്ചിയും അമ്മയും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഉച്ച സമയത്താണ് ചെന്നത്. അപ്പം ചേച്ചി പെട്ടെന്ന് കൂട്ടാനൊക്കെ ഉണ്ടാക്കുക ഞങ്ങൾക്ക് ചോറൊക്കെ തരാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, അവരവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. പുറത്ത് കളിച്ച് മതിയായി, പിന്നെ അകത്ത് പോയിരുന്ന് ടോയ്സൊക്കെ എടുത്ത് വെച്ചിരുന്ന കളിയാണ്. അവനിങ്ങനെ പുറകെ നടന്ന് അവിടെ എല്ലാം ഓടി നടന്ന് ചാടി ബഹളമായിരുന്നു. പിന്നെന്താ, ഭയങ്കര ചുമയാണ്. അവന് ആൻറ്റിബയോട്ടിക്കിന് ഞാൻ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെന്താ, പത്തനാപുരത്ത് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ബസ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ EMS ഹോസ്പിറ്റലൊന്ന് കയറിയായിരുന്നു. അമ്മയുടെ അപ്പച്ചി അവിടെ സുഖമില്ലാതെ കിടക്കുകയാണ്, അപ്പച്ചിക്ക് വയ്യ. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ കയറി കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാൻ. അവൻ അവിടെ നിന്ന് നിർബന്ധിച്ചൊരു കിറ്റ്കാറ്റ് വാങ്ങിപ്പിച്ചു. ചോക്ലേറ്റ് നല്ലതല്ല കൊടുക്കുന്നത്, പക്ഷെ അവൻ ഭയങ്കര മുട്ടായി പ്രാന്താണ്. പിന്നെന്താ, വെജിറ്റബിൾ കടയിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. പിന്നെ അവൻ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക എൻ്റെ അടുത്ത്. താമേ ചോക്ലേറ്റ് താന്ന് പറയുക. പിന്നെന്താ, ഞങ്ങളിത് അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ വെറുതെ വ്ളോഗ് എടുത്താണ് കേട്ടോ. ബസ്സിൽ അവൻ അറ്റത്ത് തന്നെ ഇരിപ്പുണ്ട്, എൻ്റെ അടുത്ത് പറ്റി പിടിച്ചിരിക്കുക. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീടെത്തി ഗൈസ്. ഇതാണ് എൻ്റെ വീട്. കുഞ്ഞിൻ്റെ ഊഞ്ഞാൽ അവിടെ കിടക്കുന്നത്. ഒരുപാട് ലേറ്റായി വന്നപ്പോഴത്തേന് 7:30 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മ.